നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. താലിബാൻ സൈനികർ അതിർത്തിയിൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ സൈനിക ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിച്ച് പാക് സൈനിക മേധാവി അസീം മുനീർ. താലിബാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലായിരുന്നു സൈനിക മേധാവി ഉദ്യോഗസ്ഥരെ ശകാരിച്ചത്. റാവൽപിണ്ടിയിലെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു അടിയന്തര യോഗം. വിവിധ സേനാ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നും CNNS ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തു. താലിബാൻ തുടർച്ചയായി നടത്തിയ ആക്രമണത്തിൽ പാക് സൈനിക മേധാവി ഉദ്യോഗസ്ഥരെ കടുത്ത ഭാഷയിൽ ശകാരിച്ചെന്നാണ് വിവരം. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ വലിയ ഇന്റലിജൻസ് പരാജയം സംഭവിച്ചതായും തന്ത്രപരമായ നീക്കങ്ങളുടെ അഭാവമുണ്ടായുമെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ മുൻകൂട്ടി അറിയുന്നതിൽ എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് പരാജയപ്പെടുന്നതെന്നും തിരിച്ചടി വൈകിയത് എന്തുകൊണ്ടാണെന്നും സൈനിക മേധാവി ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. ഇതിനെല്ലാം വിശദമായ മറുപടി നൽകണമെന്നും 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സൈനിക മേധാവി വിവിധ കമാൻഡർമാരോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ പങ്കെടുത്ത സൈനിക ഉദ്യോഗസ്ഥരോട് അസം മുനീർ പൊട്ടിത്തെറിച്ചതായാണ് വിവരം. രൂക്ഷമായ ഭാഷയിലായിരുന്നു യോഗത്തിലുടനീളം പാക് സൈനിക മേധാവി സംസാരിച്ചതെന്നും പറയുന്നു. എവിടെയായിരുന്നു ഇന്റലിജൻസ് സംവിധാനം, എന്താണ് ഇന്റലിജൻസ് പരാജയത്തിന്റെ കാരണം തുടങ്ങിയ ചോദ്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചതായും റിപ്പോർട്ടിലുണ്ട്. തുടർന്ന് സീനിയർ കമാൻഡർമാരോട് 7 ദിവസത്തിനകം സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാക് സൈനിക മേധാവി നിർദ്ദേശം നൽകി. സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിന്റെ കാരണം, പരിഹരിക്കാനുള്ള നടപടികൾ എന്നിവയെല്ലാം റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കണമെന്നും സൈനിക മേധാവി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ എല്ലാ മേഖലയിലും ജാഗ്രത വർദ്ധിപ്പിക്കാനും കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരോട് അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമായും ബാഹ്യമായും പാകിസ്ഥാൻ യുദ്ധത്തിലാണെന്നായിരുന്നു നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് അസീം മുനീർ യോഗത്തിൽ പറഞ്ഞത്. എണ്ണമറ്റ യുവസൈനികരുടെയും സാധാരണക്കാരുടെയും ജീവൻ നഷ്ടപ്പെടുത്തി എത്ര കാലം പാകിസ്ഥാൻ ഇങ്ങനെ തുടരാനാകുമെന്ന് ഇത് സജ്ജരായി പ്രവർത്തിക്കേണ്ട സമയമാണെന്നും അസീം മുനീർ യോഗത്തിൽ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് കാബൂളിലുണ്ടായ സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായത്. കാബൂളിലെ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ആരോപണം. ഇതിനു പിന്നാലെ പാകിസ്ഥാൻ നേരെ താലിബാൻ സൈനികർ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. 58 പാകിസ്ഥാൻ സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായും താലിബാൻ അവകാശപ്പെട്ടിരുന്നു. ഇതിനൊപ്പം പാകിസ്ഥാനി താലിബാൻ എന്ന സംഘടന പാകിസ്ഥാനിലെ പോലീസ് ട്രെയിനിങ് സ്കൂളിലടക്കം ചാവേർ ആക്രമണം നടത്തി. അതേസമയം 200-ലേറെ താലിബാൻ സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. താലിബാന്റെ ഒട്ടേറെ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.